അയാൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൂടി പ്ലാൻ ചെയ്ത് വെക്കണ്ടേ എന്റെ ഹർഷേ? ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ. എന്താണു നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഓരോന്നാലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അമ്മ വീട്ടില് CCTV സർവീസ് ചെയ്യാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണോ നീ ആലോചിക്കുന്നത്? ഇവിടെ CCTV ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്താ? ഇതുവരെ ഞാൻ പിടിച്ചു തന്നില്ലേ. ഇനി എനിക്കാരെയും പേടിയൊന്നുമില്ല. ഇന്ദ്രേട്ടാ, ഞാൻ ആലോചിക്കുന്നതേ, മണി കെട്ടുന്ന അമ്പലത്തിൽ കണ്ട ആളും ഇന്ന് ഇവിടെ വന്ന ആളും ഒരേ ആള് തന്നെയാണോന്നാ? ഏതാണ്ട് അതുപോലെ തോന്നിയെന്ന് മാത്രമല്ലേ സത്യനും ശ്യാമും പറഞ്ഞത്. പക്ഷേ അയാളൊന്നും അല്ലെന്ന് അമ്മ തീർത്ത് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ നീ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ഓർക്കം കളയുന്നത്? ഇന്ദ്രേട്ടാ, എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നാം. സംശയം? എന്ത് സംശയം? അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ട ആളെയും ഇന്ന് ഇവിടെ വന്ന ആളെയും അമ്മയ്ക്കറിയാം. അനു, നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മയ്ക്ക് അയാളെ എങ്ങനെ അറിയാനാ? നീ അമ്മയ്ക്ക് അറിയാവുന്ന ആളാണെങ്കിൽ അമ്മയ്ക്കത് അപ്പോഴേ അങ്ങ് പറഞ്ഞാൽ പോരെ? അല്ല, അത് ചിലപ്പോ നമ്മളോട് പറയാൻ പറ്റാത്ത ആളാണെങ്കിലോ? എന്നുവെച്ചാ? അല്ല, ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ നമ്മുടെ അച്ഛൻ തിരിച്ചു വന്ന അമ്മ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഇന്ദ്രേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല. അമ്മയ്ക്ക് എന്തായാലും ആ മനുഷ്യനോട് നല്ല വെറുപ്പായിരിക്കും. അച്ഛൻ ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പോലും ആ മനുഷ്യനോട് ദേഷ്യം തോന്നാറുണ്ട്. അല്ല, അപ്പോ ഇന്ദ്രേട്ടന് അച്ഛനെ കണ്ടെത്തണമെന്നും അദ്ദേഹത്തിലൂടെ ഇന്ദ്രേട്ടന്റെ പെറ്റമ്മ ആരാണെന്ന് കണ്ടെത്തണമെന്നും ആഗ്രഹമൊന്നുമില്ലേ? അതൊന്നും ഇനി ഒരിക്കലും കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെറുതെ നമ്മുടെ മനസ്സും സമയം കളയാവുന്ന മാത്രമേ ഉള്ളൂ. അച്ഛനെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അമ്മ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് നമുക്ക് വലിയ തലവേദനയാവും. അതെങ്ങനെയാ ഇന്ദ്രേട്ടാ? അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളുടെയൊക്കെ സ്വന്തം അച്ഛൻ തന്നെയല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാം, പക്ഷെ അതുപോലെ ജന്മം നൽകിയ മനുഷ്യനെ സ്വന്തം മക്കൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? മക്കളെയും ഭാര്യയും പെരുവഴിയിലേക്ക് തള്ളിവിട്ടിട്ട് ആദ്യം പോയത് അച്ഛനല്ലേ അനു? ആ മനുഷ്യനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ആ കേസങ്ങ് വിടാം. അനു, നീ വേഗം കിടന്നുറങ്ങാൻ നോക്ക്.
കിടക്ക്. ഇല്ല ഇന്ദ്രേട്ടാ, എനിക്കിനി എൻ്റെ ഉള്ളിലെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ ഉറങ്ങാൻ പറ്റില്ല. അയാളെക്കുറിച്ചുള്ള ഒരു തെളിവും ഇനി ആർക്കും കിട്ടരുത്.